മക്കളോടൊത്ത് വായനശാലയിലേക്ക് ആഘോഷമായി ഗ്രന്ഥശാലാ ദിനം. ചൂരിക്കാടൻ കൃഷ്ണൻ നായർ സ്മാരക വായനശാലയിലേക്കാണ് ഗ്രന്ഥശാലാ ദിനത്തിന്റെ ഭാഗമായി 15ഓളം കുടുംബങ്ങൾ മക്കളുടെ കയ്യും പിടിച്ച് എത്തിയത്. ഭീമ ഭീമോത്സവം കൈനിറയെ ഓണസമ്മാനവുമായി നമ്മുടെ സ്വന്തം ഭീമ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 4 വരെ. ഭീമ സ്വർണത്തിനൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ചിറകുകൾ നൽകുന്നു. ഭീമ ജ്വല്ലറി, കാസർഗോഡ്, കാഞ്ഞങ്ങാട്. വായനശാലയിൽ നിന്നും കുട്ടികളും യുവാക്കളും അകന്നുപോകുന്ന വർത്തമാനകാലത്ത് പുതുമയാർന്ന പരിപാടിയുമായി ചൂരിക്കാടൻ കൃഷ്ണൻ നായർ സ്മാരക വായനശാല. ഗ്രന്ഥശാലാ ദിനത്തിന്റെ ഭാഗമായി വായനശാലയിലേക്ക് വായനശാലാ പരിധിയിലെ 15ഓളം കുടുംബങ്ങൾ മക്കളുടെ കയ്യും പിടിച്ച് എത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവർ ഗ്രന്ഥശാലയിൽ വരുമ്പോൾ കുടുംബസമേതം വായിച്ച പുസ്തകങ്ങളുടെ വായനാക്കുറിപ്പ് അവതരിപ്പിക്കുവാനായി എത്തും. വായനശാല പ്രവർത്തകർ അവർക്കായി പുസ്തക പ്രദർശനമൊരുക്കി കാത്തിരുന്നു. വായനശാല സെക്രട്ടറി പി രാജഗോപാലൻ, പ്രസിഡന്റ് ടി തമ്പാൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിനേഷ് വിത്തൻ, സന്ദീപ് പി എന്നിവർ കുടുംബത്തോടൊപ്പം അതിഥികളെ സ്വീകരിച്ചു. പുസ്തകം ഏറ്റുവാങ്ങുകയും ചെയ്തു. മഹേഷ് ടി, ദേവയാനി ഇ, രതീഷ് യു കെ രാഘവൻ, ഷീജായി, രാജൻ കെ എന്നിവരും മക്കളോടൊപ്പം വന്ന് വായനശാലയിൽ ഒരുക്കിയ പുസ്തക പ്രദർശനം കാണുകയും പുസ്തകം വാങ്ങുകയും ചെയ്തു. പുസ്തകങ്ങളോട് സൗഹൃദം പുതുക്കുവാൻ വായനശാലയിലെത്തിയ 15 കുടുംബങ്ങളെ മധുരം നൽകി പ്രവർത്തകർ സ്വീകരിച്ചു. ടി തമ്പാൻ, സദാനന്ദൻ പരങ്ങൻ, സജീവൻ MP, ബിനേഷ് വിത്തൻ, ഷീജ PK എന്നിവർ നേതൃത്വം നൽകി. വായനശാലയിലേക്ക് അച്ഛനമ്മമാർ മക്കളുടെ കൈപിടിച്ച് നമ്മൾ സാധാരണ അമ്പലത്തിലൊക്കെ പോകുന്നത് പോലെ മക്കളെയും കൂട്ടി വായനശാലയിലേക്ക് വരിക, വായനശാലയിൽ പുസ്തകങ്ങൾ പരിചയപ്പെടുക, പുസ്തകം എടുക്കുക, വായിക്കുക. ഈ സന്ദേശം മറ്റ് വായനശാലകൾക്ക് കൂടി അത് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പുസ്തക വായന നമുക്കറിയാം, അത് നമ്മുടെ കുട്ടികളെ അവരുടെ അനുഭവ സമ്പത്ത് കൂട്ടും, അവരുടെ വളർച്ചയെ സഹായിക്കും. സമൂഹത്തിൽ തെറ്റായ പല പ്രവണതകൾ നടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗം കൂടിയാണ് ഈ ക്യാമ്പയിൻ. സെപ്റ്റംബർ 8 മുതൽ 14 വരെയുള്ള ഈ വ്യത്യസ്തമായ പരിപാടികളിൽ ചൂരിക്കാടൻ കൃഷ്ണൻ സ്മാരക വായനശാലയും സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. വായനശാല സെക്രട്ടറി പി രാജഗോപാലൻ സ്വാഗതവും ലൈബ്രറിയൻ നന്ദന PK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.